ലോക രക്ഷാകർതൃ ദിനം എന്ന് പറയുമ്പോൾ ഒരു അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളോടുള്ള ഒരു കടമ, മക്കൾക്ക് അച്ഛനോടും അമ്മയോടുള്ള കടമ, ഇത്തരം ഓരോ കടമകളും ഉത്തരവാദിത്വങ്ങളും എല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അച്ഛനും അമ്മ എന്ന് പറയുന്നത് തന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ജീവത്യാഗം വേണമെങ്കിൽ പോലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള അവര് ഭയങ്കര ആത്മസമർപ്പണമാണ് അല്ലെ. മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിന് പിന്നെ ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലെ. ഇത് ശരിക്കും നമ്മളോട് തന്നെ ഉള്ള ഒരു ചോദ്യം എന്താണ്. ഇതൊരു സൈക്കിളാണല്ലോ. ഇന്നിപ്പോ നമ്മൾ കുഞ്ഞാണെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മുടെ പേരൻസിനോട് ചെയ്യുന്നത് തെറ്റുകൾ ശരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ആ റോൾ എടുക്കുമ്പോഴാണ്. അപ്പോൾ ശരിക്കും അത് ആ റോളിനെ എടുക്കാൻ വരെ, അതായത് നമ്മൾ പേരൻസ് ആകുമ്പോൾ മാത്രമേ പേരൻസിനോട് നമ്മൾ എങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാതെ ഇങ്ങനത്തെ ദിവസങ്ങൾ വരുമ്പോൾ അതിന്റെ പ്രാധാന്യം ദിവസം വരുമ്പോൾ മാത്രമല്ല, ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ അമ്മ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്, ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് ഈ ഒരു ലെവലിലേക്ക് നീയും കൂടെ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ, നാളെ ഒരു അമ്മയാകുമ്പോഴേ ഇങ്ങനെയുള്ള വിഷമങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് സ്ഥിരം പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള പല്ലവി മക്കൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ദിവസങ്ങൾ, ഇത്തരം ദിവസങ്ങൾ കുട്ടികൾക്കാണെങ്കിലും അതേ രക്ഷകർത്താക്കൾക്കാണെങ്കിലും അതെ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ശരിയാണ്, ഇത് എൻ്റെ റോളാണല്ലോ, നമ്മൾ അറിയാതെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു റോളാണെങ്കിൽ പോലും ഞാൻ പറയും പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സുഖകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് ഇത്, പേരൻസ് ഉള്ള കുട്ടികൾക്ക് അതൊരു സന്തോഷകരമായ ശരിയാണ്, എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നുള്ളൊരു ബലവുമാണ് അല്ലേ. അതെ, തീർച്ചയായിട്ടും. അടുത്ത സെഗ്മെന്റിന് ശേഷം തിരികെ വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ, ചൈനീസ് വാസ്തുവിദ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ ആദ്യത്തെ കുബേര ക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കുബേര പ്രതിഷ്ഠയുണ്ട്, തീർച്ചയായിട്ടും നമുക്കറിയാം. മറ്റെന്തൊക്കെ പ്രതിഷ്ഠകളാണ് ആ ക്ഷേത്രത്തിലുള്ളത് എന്നൊന്ന് വിശദീകരിക്കാമോ? ശരിക്കും അവിടെ പ്രധാന പ്രതിഷ്ഠ ചാമുണ്ഡി ദേവിയാണ്. അതിൻ്റെ കൂടെ തമ്പുരാനുണ്ട്, യക്ഷയമയുണ്ട്. ഉപദേവന്മാരായിട്ട് ഗണപതി, അതേപോലെ നമ്മുടെ മന്ത്രമൂർത്തിയുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, ഭദ്രകാളിയുണ്ട്, പിന്നെ നാഗരുണ്ട്. ഇതിനെല്ലാം പുറമെ കുഷിശാസ്താവ്, അതായത് നമ്മുടെ വിഷ്ണുമായ എന്ന് പറയുന്ന വടക്കൻ കേരളത്തിൽ മാത്രം ആരാധിച്ചു വരുന്ന ഒരു മൂർത്തിയെ കൂടെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ട്. വിഷ്ണുമായ സങ്കല്പം, കുട്ടിച്ചാത്തന സങ്കല്പത്തിലാണ് അവിടെ ഉള്ളത്. സാത്വികമായിട്ടുള്ള രൂപത്തിലാണ് അവിടെ ഉള്ളത്. അപ്പം അതിനകത്തുണ്ട്. ഇതിനകത്ത് ഇപ്പം പല ആൾക്കാർക്കും പല കാര്യങ്ങളും സാധിക്കുവാൻ ഇവിടത്തേക്ക് പ്രത്യേകിച്ച് അവർക്ക് തന്നെ വന്ന് അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ മാറ്റം ഉണ്ടാവും. ഇപ്പം ഈ വിഷ്ണുമായ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് നെല്ലിക്കയുണ്ടല്ലോ, കാട്ടുനെല്ലിക്ക. അപ്പോൾ ഈ കാട്ടുനെല്ലിക്കയും തേനും അദ്ദേഹത്തിന് സമർപ്പിച്ചാൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഗുണങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് അത് സാധാരണ ഇപ്പം 3 ദിവസം അടുപ്പിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. 3 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. 3 എന്നുള്ള ഒരു രീതിയാണ്. എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചെയ്യുന്നവർക്കും ഫലം കിട്ടുന്നുണ്ട്, അതിനകത്ത് വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെ വിഷ്ണുമായ സങ്കല്പത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മളത് ചെയ്യാം. പിന്നെ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മന്ത്രമൂർത്തി യോഗീശ്വരന്മാർക്കും പാൽപ്പായസം, അത് പിതൃക്കളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിന് പാൽപ്പായസ നിവേദ്യം സമർപ്പിച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറ്റം ഉണ്ടാവും. പിന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഈ കന്യാവ് എന്നൊക്കെ പറയുന്ന ഈ തെക്കൻ കേരളത്തിൽ ഉള്ള ഒരു ഇതാണ്. അപ്പം അങ്ങനെയുള്ള ഈ കുഞ്ഞിലെ മരണപ്പെട്ടു പോയ കുട്ടികളുടെ ചില ബുദ്ധിമുട്ടുകളും ശല്യങ്ങളൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് അവിടെ കുട്ടികൾക്ക്, ആ വീട്ടിലെ കുട്ടികൾക്ക് എഫക്റ്റ് ചെയ്യും. കന്യാവിൻ്റെ ഒരു ഉപദ്രവം എന്ന് പറയും. അതിലും അവിടെ നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ച്, കുട്ടികളുടെ ഡ്രസ്സും ഇതൊക്കെ വാങ്ങിച്ച് വയ്ക്കുവാനുള്ളൊരു സൗകര്യം ആ ക്ഷേത്രത്തിൽ ഉണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു
അതൊരു 3 വൃക്ഷങ്ങൾ നിൽക്കുന്ന ആ രീതിയിലാണ് ആ ക്ഷേത്രത്തിന്റെ ഇത്. എലഞ്ഞിയും അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു സാർ. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്നിരുന്നു ഒരു ഹോമത്തിന് വേണ്ടിയിട്ട്. അപ്പോ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുണ്ടായി, ഒരു ഒറ്റ തറയിൽ തന്നെ 3 വൃക്ഷങ്ങളാണ് അമ്പലത്തിലുള്ളത്. എലഞ്ഞിയും ഒരിക്കലും കാണാത്ത രീതിയാണ് അതെന്ന്. കേരളത്തിലെ ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിലും ഞാൻ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ വേറൊരു ക്ഷേത്രങ്ങളിലും ഇതില്ല. ഇല്ല, വളരെ പഴക്കമുള്ള 3 വൃക്ഷങ്ങൾ സാർ. ഇലഞ്ഞിയുണ്ട്, അതേപോലെ തന്നെ കാഞ്ഞിരം, പന എന്നീ 3 വൃക്ഷങ്ങൾ ചേർന്നിട്ടുള്ള ഒരു തറയിലാണ് ഈ പറയുന്ന 3 പ്രതിഷ്ഠയും വരുന്നത്. തമ്പുരാൻ്റെ പ്രതിഷ്ഠ പനയുടെ ചുവട്ടിലും, യക്ഷിയമ്മയുടേത് എലഞ്ഞിയുടെ മൂട്ടിലും, അതേപോലെ തന്നെ കന്യാവിൻ്റെ പ്രതിഷ്ഠയായിട്ടില്ല, സങ്കല്പം കൊടുത്തിട്ടുള്ളത് പുറകിലിരിക്കുന്ന കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിലും. ഇതെല്ലാം ഒരു ക്ഷേത്രത്തിനകത്താണ്, ഒരു തറയിൽ. ഈ 3 വർഷവും നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ റൂഫിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ആ ഒരു പ്രത്യേകത അവിടെയുണ്ട്. അത് അവിടെ നിന്നും ഇതേപോലുള്ള പ്രശ്ന പരിഹാരത്തിന് നമുക്ക് ഉപകരിക്കാം. അത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് യക്ഷിയമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ആ തൊട്ടിലൊക്കെ കെട്ടിക്കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, തമ്പുരാൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഈ അഗ്നിക്കാഴ്ച വെച്ച് കഴിഞ്ഞാലും ഉള്ള നമുക്ക് ശത്രുദോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുവാനുള്ള. നമുക്കപ്പോൾ ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ തരത്തിലുള്ള പ്രദക്ഷിണമാണോ വേണ്ടത്? അല്ല, ഇതിനകത്ത് അവിടത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രദക്ഷിണം 7 പ്രദക്ഷിണം നമ്മൾ എല്ലാത്തിലും ചെയ്യാം. മൊത്തം 7 പ്രദക്ഷിണം നമ്മൾ ചെയ്യാൻ പറയാറുണ്ട്. ഈ സെപ്പറേറ്റ്, കാരണം ഈ 3 പ്രതിഷ്ഠയും ഒരൊറ്റ തറയിലിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചേർത്ത് 7 പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നതാണ്. കുബേരന് സെപ്പറേറ്റ് ഉള്ള ഇതാണ്. അത് സെപ്പറേറ്റ് ഉള്ള ഒരു ക്ഷേത്രമായിട്ട്, ഒരു ആലയമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെയും പ്രദക്ഷിണം ചെയ്യുവാനുള്ള അവസരം നമുക്ക് അവിടെയും പ്രദക്ഷിണം ചെയ്യാൻ പറ്റും. അത് കുബേര പൂജയ്ക്ക് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കുബേര വിഗ്രഹം കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് തന്നെ അവർ തന്നെ വാഷ് ചെയ്ത് കുബേര ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്തിട്ട് വേണം അവിടെ സമർപ്പിക്കുവാൻ. എന്നാൽ 3 7 ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ആ പ്രദക്ഷിണം ചെയ്ത് അവിടെ സമർപ്പിക്കേണ്ടതാണ്. അത് മാത്രമല്ല, അടുത്തൊരു പ്രതിഷ്ഠയുണ്ട്, ഗണപതിയുടെ പ്രതിഷ്ഠ. സാധാരണ നോർമൽ എല്ലാ ക്ഷേത്രങ്ങളും ചെയ്യുന്നത് പോലെ ഗണപതി ഹോമം അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നടത്താൻ പറ്റും. പിന്നെ കരിങ്കാളി അമ്മയുടെ പ്രതിഷ്ഠയുണ്ട്. അവിടെയും നമുക്ക് ഈ ശത്രുദോഷവും കാര്യങ്ങളും ഒക്കെ മാറുവാനുള്ള പൂജകളും അവിടെ ഗുരുതിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ നാഗരുണ്ട്. നാഗരെന്ന് വെച്ച് നാഗരുടെ ഫ്രണ്ടിൽ നമുക്ക് ഉള്ള പൂജകളും കാര്യങ്ങളും എല്ലാം നാഗർക്കും ഐല്യവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇത്രയും പ്രതിഷ്ഠകളാണ് നമുക്ക് അവിടെ. ഇതിനകത്ത് മറ്റതൊക്കെ ഇപ്പോൾ കുബേര വിഗ്രഹവും മറ്റുമാണ് അവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ പഴയ പ്രതിഷ്ഠകളെന്ന് പറയാൻ പറ്റത്തില്ല. പഴയ അവിടുത്തെ ദേവപ്രശ്ന വിധി പ്രകാരം ഇന്ന അവിടെ ആൾക്കാരുണ്ട്, അവരെ എല്ലാവരെയും റെഡിയാക്കി എടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ നമ്മളത് ഡെവലപ്പ് ചെയ്തെടുത്ത് ഇപ്പോൾ വളരെ ശക്തമായിട്ട് പോകുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ, ദൂരങ്ങളിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാർ നമ്മളവിടെ വരാറുണ്ട്. വന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക. വരാൻ ഈസിയാണ്, എളുപ്പം വരാൻ പറ്റും. കാരണം വെഞ്ഞാറമൂട്, ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ വെഞ്ഞാറമൂട് എത്തണ്ട, അതിന് തൊട്ട് മുന്നേ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡ് എല്ലായിടത്തും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആറ്റിങ്ങൽ റൂട്ടിലൂടെ വരുന്നവർക്കും അതിനകത്തോട്ട് വരാനുള്ള സൗകര്യമുണ്ട്. എല്ലായിടത്തും കേരളത്തിലെ ആദ്യത്തെ കുബേര ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. സാർ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ ശത്രുദോഷം മാറാനുള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ശത്രുദോഷ വഴിപാടുകൾ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ചെയ്യുന്ന ആൾക്കോ? അല്ലെങ്കിൽ ഈ ശത്രുദോഷം എന്ന് പറയുന്നത് നമുക്കത് ഒരു എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനും ആരും ശത്രുക്കളായിട്ട് ജനിക്കുന്നില്ല. നമ്മുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ മാത്രമേ ആ ആൾ നമ്മുടെ ശത്രുവാകും, അല്ലേ? അപ്പോൾ ഈ ശത്രുദോഷ പൂജ അതിനകത്ത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റിയെടുക്കുവാനാണ് ശത്രുദോഷ പൂജ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ശത്രുവിനെ ഉപദ്രവിക്കുവാനല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? നമുക്ക് ആ ശത്രുവിൽ നിന്നുള്ളൊരു ഭയം, അല്ല ഇന്ന ആൾ നമ്മളെ ഇന്നത് ചെയ്യും എന്നുള്ളൊരു ഭയം നമുക്കുണ്ടാകുന്ന ആ ഭയത്തെ നമുക്ക് കുറച്ചെടുക്കുക. അതാണ് നമ്മൾ ശത്രുദോഷ പൂജയിലൂടെ നമ്മളത് ചെയ്യുന്നത്. ഒരിക്കലും ഇങ്ങനെ കൊച്ചു കുഞ്ഞിന് ഏതെങ്കിലും ശത്രുതയുണ്ടോ? അതില്ല. അപ്പം എങ്ങനെയാണ് ശത്രുത ഉണ്ടാകുന്നത്? ഒരാൾ നമ്മൾ ഇന്നത് പ്രതീക്ഷിക്കും, അത് ആ ആളിൽ കിട്ടാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശത്രുത ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
അപ്പം നമ്മുടെ പ്രവൃത്തി ഫലമായിട്ടാണ് ശത്രുക്കൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ശത്രുദോഷ പരിഹാരത്തിൽ ഒരിക്കലും ശത്രുവിനെ ഡയറക്റ്റ് ചെന്ന് ദേവന്മാർക്ക് ദേവിമാർക്കൊന്നും അതിനുള്ള സമയമില്ല. അത് ഞാനിങ്ങനെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മളിങ്ങനെ ശത്രുദോഷ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പൂജ ചെയ്താൽ അത് നമുക്ക് തന്നെ അങ്ങനെയല്ല. അത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല. ശത്രുദോഷ സംഹാരം അങ്ങനെയുള്ള പൂജകളൊന്നും അതല്ല. ഈ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ശത്രുവിനെയാണ് അത് നശിപ്പിച്ചത്. പിന്നെ മാത്രമല്ല പല ഇതിലും ഞാൻ പല പ്രഭാഷണത്തിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുള്ളതാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തന്നെ ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴുത് നിൽക്കേണ്ട തന്നെ രീതികളുണ്ട്. പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു കൈവരി വെച്ചിട്ടുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളുടെ മുന്നിൽ. അതിൽ നിന്ന് നമ്മുടെ ഇടത് സൈഡോ വലത് സൈഡോ നിന്ന് നമ്മൾ തൊഴണം. തൊടുന്ന സമയത്ത് പുരുഷന്മാരാണെങ്കിൽ ഷർട്ട് ഇടാതെ ആണെങ്കിൽ മിനിമം 20 സെക്കൻഡും ഷർട്ട് ഇട്ടുകൊണ്ടാണെങ്കിൽ 40 സെക്കൻഡും ക്ഷേത്രത്തിൻ്റെ മുന്നിലുണ്ടാവണം. സ്ത്രീകളാണെങ്കിൽ 40 സെക്കൻഡ് ക്ഷേത്രത്തിൻ്റെ മുന്നിലുണ്ടാവണം. ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് പറയാമെന്ന് ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന അതിനുവേണ്ടി ക്ഷേത്രത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വളരെ തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ നമുക്ക് 40 സെക്കൻഡ് പ്രാർത്ഥിക്കാൻ 40 സെക്കൻഡ് 40 വരെ എണ്ണ സമയം 40 ഇത് ഈസി ആയിട്ട് അങ്ങ് പോകും. ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ഗുരുവായൂർക്ക് ആ പാസിങ്ങിന്റെ സമയത്ത് നമുക്കത് കിട്ടും. ഗുരുവായൂരിന്റെ സമയത്ത് ആ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കയറി ആ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഗുരുവായൂർ അമ്പലത്തിൽ എത്രയൊന്ന് തൊഴുതാലും തൃപ്തിയാവത്തില്ല അല്ലേ? ഈ ഒരു എഫക്റ്റ് കാരണമാണ് അവിടെ വരുന്നത്. കാരണം നമ്മുടെ ദുഃഖമോ ദുരിതങ്ങളോ ഒന്നും ക്ഷേത്രത്തിൽ പോയി പറയരുത്. എപ്പോഴും എല്ലാ ക്ഷേത്രങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് നാമജപത്തിന് മാത്രം, ശബ്ദം നാമജപത്തിന് മാത്രം. അവിടെ ചെന്നിട്ട് ഭഗവാനെ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് അത് മാറ്റിത്തരണേ. ദൈവം നമ്മുടെ ജോലിക്കാരനല്ല ഒന്നും മാറ്റിത്തരുവാനുള്ള. അപ്പം ഈ നമ്മുടെ കുബേരക്ഷേത്രത്തിൽ വരുന്നവരുടെ പ്രത്യേകിച്ച് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ദുഃഖവും ദുരിതവും ഇവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതിന് പ്രാർത്ഥനയ്ക്കൊരു രീതിയുണ്ട്. എന്തായിരുന്നാലും സമയക്കുറവ് മൂലം പ്രാർത്ഥനയുടെ രീതി അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനവും നോക്കിയിട്ട് വിളിക്കുക. ഡയറക്റ്റ് കാണണമെന്നുള്ളവർ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം തിരുവനന്തപുരത്താണ്. അവിടെ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാം. നമസ്കാരം.